+1 മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോർമുലാസുകളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ വന്നു കഴിഞ്ഞതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രൂവ് ദാറ്റ് കോസ് π/4 പ്ലസ് എക്സ് പ്ലസ് കോസ് π/4 മൈനസ് എക്സ് ഈക്വൽ ടു √2 കോസ് എക്സ്. അപ്പോൾ ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ് കയറി വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നതിൽ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് എത്തും. ലെഫ്റ്റ് സൈഡ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. കോസ് π/4 പ്ലസ് എക്സ് എന്ന് പറഞ്ഞ ആശയം അത് ശരിക്കും ഏത് രൂപത്തിലാണ്? കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം അഥവാ ഫോർമുല നിങ്ങൾക്കറിയാം. ആ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നു. രണ്ടാമത് കിടക്കുന്നത് കോസ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അവിടെയും നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്തു പോകുമ്പോൾ നമുക്ക് √2 കോസ് എക്സ് എന്ന് പറഞ്ഞ ആശയം കിട്ടുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇനി അത് വർക്ക് ചെയ്തു പോവുക എന്നുള്ളത് ഒന്ന് നിങ്ങൾ ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് എന്താണ് തന്നിരിക്കുന്നത്? കോസ് π/4 പ്ലസ് എക്സ് പ്ലസ് കോസ് π/4 മൈനസ് എക്സ്. ഇത് കോസ് എക്സ് പ്ലസ് വൈ ഫോർമുലാണ് വരുന്നത്. അപ്പോൾ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഞാൻ പറഞ്ഞത് ഫോർമുലയാണെങ്കിലും എഡിറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ π/4 കൊടുത്തിട്ടുണ്ട്, വൈൻ്റെ സ്ഥാനത്ത് ഞാൻ എക്സ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് കോസ് എക്സ് മൈനസ് വൈ രൂപത്തിലാണ് നിൽക്കുന്നത്. കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ഇവിടെയും ഞാൻ എക്സിന് പകരം π/4 കൊടുത്തിട്ടുണ്ട്, വൈക്ക് പകരം എക്സ് എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്യുമ്പോൾ സൈൻ π/4 സൈൻ എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടേം, സൈൻ π/4 സൈൻ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടേം. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നിൽക്കുന്ന രണ്ട് ടേമുകളൊന്ന് ഒബ്സർവ് ചെയ്യുക. കോസ് π/4 കോസ് എക്സ്, കോസ് π/4 കോസ് എക്സ്. ഈ രണ്ട് ടേമുകളും തമ്മിൽ ആഡ് ചെയ്യണം. എക്സിനോട് കൂടി എക്സ് കൂട്ടിയാൽ 2x ആണെന്ന് നമ്മൾ എഴുതാറുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 2 കോസ് π/4 കോസ് എക്സ്. 2 ഇൻറ്റു കോസ് π/4 ടേബിൾ വാല്യൂ പ്രകാരം എത്രയാണ് വരിക? π/4ൽ കോസിൻ്റെ വാല്യൂ 1/√2 കോസ് എക്സ്. 2 എന്ന് പറയുന്നതിനെ നമുക്ക് √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞ് എഴുതാം. ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ √2 കോസ് എക്സ്. അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, ഈ 2വിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്തതിന് √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞ ആശയം എഴുതിയിരിക്കുന്നത്. √2ഉം ഓരോ √2ഉം എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ബാക്കി നിൽക്കുന്നത് എന്താണ്? √2 കോസ് എക്സ്. ഈ ഒരു കാര്യം തന്നെയാണ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് RHS എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, LHS എന്ന് സ്റ്റാർട്ട് ചെയ്തു, RHS എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തി. അതായത് നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്ന കാര്യം കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ്. താഴെ കുറച്ച് സബ് ക്വസ്റ്റ്യൻസുകൾ പറയും, അതെല്ലാം നമ്മൾ പ്രൂവ് ചെയ്യണം. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കോസ് 7x പ്ലസ് കോസ് 5x ഓൾ ഡിവൈഡഡ് ബൈ സൈൻ 7x മൈനസ് സൈൻ 5x. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? കോട്ടക്സ് എന്ന് പറഞ്ഞ കാര്യം കിട്ടണം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫോർമുലാസുകളെല്ലാം 20ാമത്തെയും 21ാമത്തെയും ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതിൽ 20ാമത്തെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ 4 ഫോർമുലാസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ 4 ഫോർമുലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിലെ പ്രൂഫ് ക്വസ്റ്റ്യൻസുകളെല്ലാം നിലനിൽക്കുന്നത്. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ഫോർമുല ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് സൈഡ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ന് പറഞ്ഞ ഫോർമുല അവിടെ അപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിൽ സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കോസ് 7x പ്ലസ് കോസ് 5x ഡിവൈഡഡ് ബൈ സൈൻ 7x മൈനസ് സൈൻ 5x. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ കോസ് എക്സ് പ്ലസ് കോസ് വൈ ഫോർമുല എന്താണ്? 2 കോസ് എക്സ് പ്ലസ് y/2 കോസ് എക്സ് മൈനസ് y/2. ഈ ഫോർമുല ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. എഴുതുമ്പോൾ എക്സിന് പകരം 7x കൊടുക്കുക, വൈക്ക് പകരം 5x എന്ന് പറഞ്ഞ ആശയം കൊടുക്കുക. 2 കോസ് 7x പ്ലസ് 5x ഡിവൈഡഡ് ബൈ 2 കോസ് 7x minus 5x divided by 2 all divided by
താഴത്ത് കിടക്കുന്നത് സൈൻ എക്സ് മൈനസ് സൈൻ വൈ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഫോർമുല അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകുന്നും ചെയ്യരുത്, കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. 2 കോസ് 7x പ്ലസ് 5x ഡിവൈഡഡ് ബൈ 2 സൈൻ 7x മൈനസ് 5x ഡിവൈഡഡ് ബൈ 2. ഇവിടെയും 2 കാണാം. ബാക്കി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 7x പ്ലസ് 5x എന്ന് പറഞ്ഞാൽ 12x ആണ്. 12xന്റെ പകുതി 6x ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു കാര്യം കോസ് 6x ഇൻറ്റു 7x മൈനസ് 5x എന്ന് പറഞ്ഞാൽ 2x ആണ്. 2xന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1x ആണ് വരിക. അത് x എന്ന് പറഞ്ഞാൽ മാത്രം എഴുതിയാൽ മതി. അതായത് അവിടെ വരുന്നത് എന്താണ്? കോസ് എക്സ് ഡിവൈഡഡ് ബൈ വീണ്ടും 12x ബൈ 2 വരുന്നു, അതായത് 6x വരുന്നു. കോസ് 6x ഇൻറ്റു സൈൻ 7x മൈനസ് 5x ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരുന്നു? സൈൻ എക്സ് എന്ന് പറഞ്ഞ കാര്യം വരുന്നു. കോസ് 6xും കോസ് 6xും ക്യാൻസൽ ചെയ്യാം. ബാക്കി നിൽക്കുന്നത് കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ട് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. രണ്ടാമത്തതിൽ നമുക്ക് ഒരു പ്രൂഫാണ് കണ്ടെത്താനുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എൽ എച്ച് എസ് ഈക്വൽ ടു കോസ് 9x മൈനസ് കോസ് 5x ഡിവൈഡഡ് ബൈ സൈൻ 17x മൈനസ് സൈൻ 3x ഈക്വൽ ടു ന്യൂമറേറ്ററിൽ കോസ് എക്സ് മൈനസ് കോസ് വൈ ആണ് ഫോർമുല വരുന്നത്. അതായത് -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? -2 സൈൻ 9x പ്ലസ് 5x ഡിവൈഡഡ് ബൈ 2 സൈൻ 9x മൈനസ് 5x ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ ഫോർമുല സൈൻ എക്സ് മൈനസ് സൈൻ വൈ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. എക്സിന് പകരം 17x കൊടുക്കുക, വൈക്ക് പകരം 3x കൊടുക്കുക. 2 കോസ് 17x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2 സൈൻ 17x മൈനസ് 3x ഡിവൈഡഡ് ബൈ 2. 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. സൈൻ 9x പ്ലസ് 5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 7x വരുന്നു. സൈൻ 9x മൈനസ് 5x എന്ന് പറഞ്ഞാൽ 4x ആണ്. 4x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2x ഡിവൈഡ് ബൈ കോസ് 20x ബൈ 2 ആണ് വരിക, അതായത് 10x വരുന്നു. സൈൻ 17x മൈനസ് 3x എന്ന് പറഞ്ഞാൽ 14x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7x എന്ന് പറഞ്ഞ ആശയം കയറി വരുന്നു. സൈൻ 7xും സൈൻ 7xും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് മൈനസ് സൈൻ 2x ഡിവൈഡഡ് ബൈ കോസ് 10x വിച്ച് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. അടുത്തതും മറ്റൊരു പ്രൂഫാണ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എൽ എച്ച് എസ് ഈക്വൽ ടു സൈൻ 5x പ്ലസ് സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 5x പ്ലസ് കോസ് 3x. ന്യൂമറേറ്ററിലുള്ള ഫോർമുല സൈൻ എക്സ് പ്ലസ് സൈൻ വൈ 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. എക്സിന് പകരം 5x, വൈക്ക് പകരം 3x. ഒന്ന് അപ്ലൈ ചെയ്യാണ്. 2 സൈൻ 5x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2 കോസ് 5x മൈനസ് 3x ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ ഫോർമുല കോസ് എക്സ് പ്ലസ് കോസ് വൈ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. 2 cos 5x plus 3x divided by 2 cos 5x minus 3x divided by 2. 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ cos 5x minus 3x by 2 ഉണ്ട്, ഇവിടെയും cos 5x minus 3x by 2 ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ആംഗിളുകൾ ഒരേപോലെ വരണം, രണ്ടും കോസിൻ്റെ ടേം ആയിരിക്കും വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാതെ തന്നെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം അത് ക്യാൻസൽ ചെയ്യാൻ. മൊത്തത്തിൽ എന്ത് ചെയ്യണം? ആ കാര്യം ക്യാൻസൽ ചെയ്ത് കളയണം. ആ ടേം അവിടെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ 4x എന്ന് പറയുന്നത് മുകളിൽ വരും, കാരണം 8x by 2 പറഞ്ഞാൽ 4x വരും. താഴെ കോസ് 4x എന്ന് പറഞ്ഞാൽ ആര് വരുന്നു? സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സൈൻ 4x by കോസ് 4x എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? ടാൻ 4x എന്ന് പറഞ്ഞ കാര്യത്തിന് തുല്യമാണ്, ഈക്വൽ ടു ആർ എച്ച് എസ്. അടുത്ത പ്രൂഫ് ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. എൽ എച്ച് എസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഡിവൈഡ് ബൈ
കോസ് എക്സ് പ്ലസ് കോസ് വൈ. സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് കോസ് വൈ. ഫോർമുല 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ക്യാൻസൽ ചെയ്യാം. സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് വൈ ബൈ 2 ടാൻ എക്സ് മൈനസ് വൈ ബൈ 2 ഇറ്റ് ഈസ് ഈക്വൽ ടു RHS. അടുത്ത പ്രൂഫ് ക്വസ്റ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. മുൻപ് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. LHS ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് സൈൻ 3x ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ കിടക്കുന്നത് ഫോർമുലയാണ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്യാണ്. 2 കോസ് എക്സ് പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2 സൈൻ എക്സ് മൈനസ് 3x ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ താഴത്തുള്ളതിന് പ്രത്യേകിച്ച് ഫോർമുല ഒന്നും കൊടുക്കുന്നില്ല. തൽക്കാലം അത് അങ്ങനെ തന്നെ എഴുതി പോവാണ്. അതിനെ നമുക്ക് മുകളിൽ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ചെറിയൊരു ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഫോർമുലയിലേക്ക് കണക്ട് ചെയ്യാം. അതുകൊണ്ട് തൽക്കാലം ഞാൻ അങ്ങനെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 കോസ് എക്സ് പ്ലസ് 3x 4x വരും. 4xൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2x വരും. ഇൻറ്റു സൈൻ എക്സ് മൈനസ് 3x എന്ന് പറഞ്ഞാൽ മൈനസ് 2x ആണ് വരിക. മൈനസ് 2x ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എക്സ് എന്ന് പറഞ്ഞ ആശയം വരുന്നു. ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഇനി നമുക്കറിയാം സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ആ നെഗറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് 2 കോസ് 2x ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയിൽ കോസ് 2x എന്ന് പറയുന്നതിനെ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡിനോമിനേറ്റർ ഒന്ന് ശ്രദ്ധിക്കൂ. സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ് നമുക്കിവിടെ കിടക്കുന്നത്. ഇവിടെയാണെങ്കിലോ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൈനസ് കോസ് 2x ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഈ ഒരു കാര്യം ഞാൻ താഴേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2 കോസ് 2x ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഈ മൊത്തം ഉള്ള ടേമിന് പകരം എന്തെഴുതാം, മൈനസ് കോസ് 2x എന്ന് പറഞ്ഞ കാര്യം എഴുതാം. മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി, കോസ് 2xും കോസ് 2xും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി 2 സൈൻ എക്സ് ഈക്വൽ ടു RHS. അടുത്ത പ്രൂഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇത് ഷോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാറുണ്ട്. എന്തായാലും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, കോസ് എക്സ് പ്ലസ് കോസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുലയാണ്. ആ ഫോർമുല ഒന്ന് ഞാൻ എഴുതാൻ പോവുകയാണ്. 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഇത് കോസ് എക്സ് പ്ലസ് കോസ് വൈൻ്റെ ഫോർമുല മാത്രമായിട്ടുള്ളൂ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. പ്ലസ് സൈൻ എക്സ് മൈനസ് സൈൻ വൈൻ്റെ ഫോർമുല എഴുതുകയാണ്. 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇപ്പോൾ നമ്മൾ ഫോർമുല മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 4 കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2 പ്ലസ് അടുത്തത് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 4 കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2. രണ്ട് ടേമിലും കോമൺ ആയിട്ട് 4 കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറഞ്ഞ കാര്യം കാണാം. ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 കോമൺ ആയിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി പഠിക്കുന്നതിന് മുൻപേ നമ്മളൊരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 ആണ്. ആ പറയുന്ന കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എക്സിൻ്റെ പൊസിഷനിൽ ഏത് ആംഗിൾ വരികയാണെങ്കിലും കോസ് സ്ക്വയർ
ടേമിനോട് കൂടി സൈൻ സ്ക്വയർ ടേം കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് 1 ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ അതേ അവസ്ഥയാണ്. x-y/2 ഒരേ ആംഗിളാണ് വരുന്നത്. കോസ് സ്ക്വയറിനോട് കൂടി സൈൻ സ്ക്വയർ ആഡ് ചെയ്യാണ്. അപ്പോൾ ആൻസർ എത്ര വരിക? 1 ആണ് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? 4 cos square x+y/2 എന്ന് പറയുന്ന കാര്യം എഴുതാം. ഇത് തന്നെയാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അതുകൊണ്ട് എന്ത് പറയാം? RHS. ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ അതേ രൂപത്തിലുള്ള മറ്റൊരു ചോദ്യമാണ് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മുൻപ് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഫോർമുല അപ്ലൈ ആണ്. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ -2 sin x+y/2 sin x - y/2 ഇത് മാത്രം എഴുതിയാൽ പോരാ, ഇതിന് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. പ്ലസ് sin x - sin y എന്ന് പറയുന്നതിൽ ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 cos x+y/2 sin x - y/2 ഫോർമുല എഴുതിയാൽ പോരാ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 4 sin square x+y/2 into sin square x - y/2 plus 4 cos square x+y/2 into sin square x - y/2. രണ്ടിലും കോമൺ ആയി നിൽക്കുന്നത് 4 sin square x - y/2. മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളത് sin square x+y/2 plus cos square x+y/2. മുൻപേ പറഞ്ഞ പോലെ തന്നെ ആംഗിൾ പൊസിഷൻ ഏത് വന്നു കഴിഞ്ഞാലും സൈൻ സ്ക്വയറിനോട് കൂടി കോസ് സ്ക്വയർ കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് പറയാം? 4 sin square x - y/2 ഈക്വൽ ടു RHS. അടുത്ത പ്രൂഫിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. sin square 6x മൈനസ് sin square 4x എന്ന് പറഞ്ഞ ആശയം ചെയ്താൽ sin 2x ഇൻറ്റു sin 10x ആണ് എന്നുള്ള ആശയം നമ്മൾ തെളിയിക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ലെഫ്റ്റ് സൈഡ് പറയുന്നത് sin square 6x മൈനസ് sin square 4x. ഇത് ശരിക്ക് a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അതിനെ നമുക്ക് a - b ഇൻറ്റു a+b എന്നോ a+b ഇൻറ്റു a - b എന്നോ രൂപത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഇങ്ങനെ ഇതിനെ sin 6x പ്ലസ് sin 4x ഇൻറ്റു sin 6x മൈനസ് sin 4x. അപ്പോൾ ഏതാ ഫോം വരുന്നത്? a+b ഇൻറ്റു a - b എന്ന് പറഞ്ഞ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. രണ്ടിനും ഫോർമുല അപ്ലൈ ആണ്. ഇത് sin x പ്ലസ് sin y എന്ന് പറഞ്ഞ രൂപത്തിലാണ്. 2 sin x പ്ലസ് y/2 ഇൻറ്റു കോസ് x - y/2 ഇൻറ്റു അടുത്തത് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ sin x - sin y ആണ്. 2 cos x പ്ലസ് y/2 ഇൻറ്റു sin x - y/2. അങ്ങനെ ഫോർമുലയൊക്കെ പറയുന്നത് എക്സും വൈയിലും ആണെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിന് പകരം 6x വൈക്ക് പകരം 4x ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. 2 ഇൻറ്റു ഇത് 10x ആണ് വരിക. 10xന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5x ആണ് വരിക. അപ്പോൾ 2 sin 5x ഇൻറ്റു 2x ആണ് ഡിഫറൻസ് വരിക. ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ x ആണ് വരിക, അതായത് cos x ഇൻറ്റു 2. വീണ്ടും എന്താണ് വരുന്നത്? cos 5x ഇൻറ്റു sin 2x ആണ് ഡിഫറൻസ് വരിക. ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ x വരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ ഇതിൻ്റെ ഓർഡറുകളൊക്കെ ഒന്ന് മാറ്റി എഴുതുകയാണ് നമ്മുടെ പ്രൂഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. 2 എന്ന് പറഞ്ഞ കാര്യം എഴുതിയതിനു ശേഷം അടുത്തത് sin x എഴുതുന്നു, അടുത്തത് cos x എന്ന് പറഞ്ഞ കാര്യം എഴുതുന്നു, ഇൻറ്റു 2 എഴുതുന്നു, sin 5x എന്ന് പറഞ്ഞ കാര്യം എഴുതുന്നു, cos 5x എന്ന് പറഞ്ഞ കാര്യം എഴുതുന്നു. അതായത് ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് തന്നെ ഫോർമുല അപ്ലൈ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഈ പറയുന്നതിൻ്റെ ഓർഡറൊക്കെ ഒന്ന് മാറ്റി ഈ രീതിയിലേക്ക് എഴുതുകയാണ്. ഇങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ sin 2x എന്ന് പറയുന്നതിൻ്റെ ഫോർമുല 2 sin x ഇൻറ്റു cos x എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതേ ഒരു കാര്യം ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിന് പകരം എന്ത് എഴുതാം? sin 2x എന്ന് പറഞ്ഞ ആശയം എഴുതാം, ഇൻറ്റു അടുത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ എക്സിന് പകരം ഞാൻ ഇവിടെ 5x ആക്കുകയാണ്. അപ്പോൾ ഇവിടെ 5x വരും, ഇവിടെ 5x വരും. അപ്പോൾ ഇവിടെ എത്ര വരിക? അതിൻ്റെ ഇരട്ടി എത്ര വരും? 10x എന്ന് പറഞ്ഞ ആശയം വരുന്നു. അപ്പോൾ sin 10x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin 5x ഇൻറ്റു cos 5x ആണ്. അതാണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം? sin 10x എന്ന് പറഞ്ഞ കാര്യം എഴുതാം, ഈക്വൽ ടു RHS.
അടുത്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതും വെയിറ്റേജ് കൂടുതലുള്ളതുമായ ഒരു ക്വസ്റ്റനാണ്. ഇത് പല ചോദ്യപേപ്പറുകളിലും ഷോ ദാറ്റ് എന്ന് പറഞ്ഞോ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞോ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം sin 5x മൈനസ് 2 sin 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. sin x മൈനസ് sin y ഫോർമുല ഉണ്ട്, x മൈനസ് കോസ് y ഫോർമുല ഉണ്ട്. അങ്ങനെ 4 ഫോർമുലാസുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ 4 ഫോർമുലാസുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിനോമിനേറ്റർ ഒന്ന് ഒബ്സർവ് ചെയ്യും നിങ്ങൾ, അത് കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന് പറയുന്ന ഫോർമുലയുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ന്യൂമറേറ്ററിൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ ആ ടേമിൻ്റെ ഓർഡർ ഒന്ന് മാറ്റുകയാണ്. മാറ്റുമ്പോൾ നമുക്ക് അതിന് ഇങ്ങനെ ചിന്തിക്കാം: sin 5x പ്ലസ് sin x മൈനസ് 2 sin 3x ഡിവൈഡഡ് ബൈ cos 5x മൈനസ് cos x. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൂന്നാമതായി നിൽക്കുന്ന ഈ ഒരു ടേം അത് കോമൺ ആയി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശരിക്കും അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ പക്ഷേ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം sin x പ്ലസ് sin y അല്ലെങ്കിൽ sin x മൈനസ് sin y വന്നാൽ നമുക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ഇവിടെ ഒരു 2 കടന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി ഈ ടൈമിനെ ഇങ്ങോട്ട് മാറ്റി ഇതിനെ അങ്ങോട്ട് മാറ്റി എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാം. പക്ഷെ ഇത് ചെയ്തു പോകുമ്പോൾ കാണുന്ന മറ്റൊരു പ്രത്യേകത, ഈ 2 sin 3x എന്ന് പറയുന്നത് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് 3 ടേമുകൾ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. sin 5x പ്ലസ് sin x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 sin 5x പ്ലസ് x ഡിവൈഡഡ് ബൈ 2 cos 5x മൈനസ് x ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 sin 3x. ആദ്യത്തെ 2 ടേമിൽ മാത്രമേ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഓൾ ഡിവൈഡഡ് ബൈ cos 5x മൈനസ് cos x മൈനസ് 2 sin 5x പ്ലസ് x ഡിവൈഡഡ് ബൈ 2 sin 5x മൈനസ് x ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പോവാം. 2 sin 3x, കാരണം 6x ബൈ 2 ആണ് വരിക, 3x ആണ് വരിക. cos 4x ബൈ 2 ആണ് വരിക, അതായത് 2x വരുന്നു. മൈനസ് 2 sin 3x ഓൾ ഡിവൈഡഡ് ബൈ മൈനസ് 2 sin 6xൻ്റെ പകുതിയാണ് വരിക, 3x വരുന്നു. sin 4x ബൈ 2 ആണ് വരിക, അവിടെ 2x എന്ന് പറഞ്ഞ ആശയം വരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെയും കോമൺ ആയിട്ട് 2 sin 3x ഉണ്ട്. അതുകൂടി ഔട്ട് സൈഡ് എടുത്തിട്ട് നമ്മൾ ക്യാൻസലേഷൻ ചെയ്യാൻ ആരംഭിക്കാൻ പാടുള്ളൂ. അപ്പോൾ 2 sin 3x എന്ന് പറയുന്നത് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ബാക്കി നിൽക്കുന്നത് എന്താണ്? cos 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 2 sin 3x sin 2x. ഇതിൽ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം, sin 3xും sin 3xും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നിൽക്കുന്നതാണ് cos 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് sin 2x ആണ് നിലനിൽക്കുന്നത്. ഇതിൽ cos 2xന് നമ്മൾ പല ഫോർമുലാസുകൾ പഠിച്ചിട്ടുണ്ട്. sin 2xന് 2 sin x cos x എന്ന് പറഞ്ഞ ഫോർമുലയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോർമുലാസുകൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. cos 2x എന്ന് പറയുന്നതിന് നമ്മൾ 1 മൈനസ് 2 sin സ്ക്വയർ x എന്ന് പറഞ്ഞൊരു ഫോർമുല പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ cos 2x എന്ന് പറയുന്നതിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, മൈനസ് 2 sin സ്ക്വയർ എക്സിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. 2 sin സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് cos 2x എന്ന് പറഞ്ഞ എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 മൈനസ് cos 2x ആണ് 2 sin സ്ക്വയർ എക്സ് വരിക. ഇത് cos 2x മൈനസ് 1 ആണ്. ഇത് 1 മൈനസ് cos 2x ആവണം എന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് എന്ന് പറയുന്ന കാര്യം മുകളിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായി മാറും? 1 മൈനസ് cos 2x ആവും. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2 sin സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ കാര്യം എഴുതാം, ഡിവൈഡഡ് ബൈ sin 2xൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 sin x ഇൻറ്റു cos x. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം, സൈനിലുള്ള ഒരു സ്ക്വയറും താഴത്തുള്ള ഒരു sin x ടേമും ക്യാൻസൽ ചെയ്യാം. ബാക്കി നിൽക്കുന്നത് sin x ബൈ cos x എന്ന് പറഞ്ഞ കാര്യമാണ് tan x. ഇത് തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്? റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നത്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ അതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഓർഡറിൽ കിടക്കുമ്പോൾ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ടേം കോമൺ ആയി കിട്ടുകയില്ല. 4x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 7x ആണ്. 7xൻ്റെ പകുതി ഒരിക്കലും എന്താവില്ല? 2x ആവില്ല. അതുമാതിരി 4x നിന്ന് 3x മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1x ആണ് വരിക. എക്സിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താവില്ല? 2x വരില്ല. പക്ഷെ ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി എഴുതിയാൽ
4x കൂടി 2x കൂട്ടിയാൽ 6x ആണ്. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? 3x എന്ന് പറഞ്ഞ ആശയം വരും. ഈ ലോജിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ പഠിച്ചിട്ടുള്ള 20ാമത്തെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയിൽ ഓരോ ടേമിന്റെയും ആംഗിൾ പൊസിഷനിൽ വരുന്നത് ഒന്നുമില്ലെങ്കിൽ x+y/2 വരാറുണ്ട്, അല്ലെങ്കിൽ x-y/2 വരാറുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഏത് ഓർഡറിലേക്കാണ് മാറ്റേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ ഓർഡർ ഒന്ന് മാറ്റുകയാണ്. cos 4x plus cos 2x plus cos 3x ഡിവൈഡഡ് ബൈ താഴത്തും അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഓർഡർ എങ്ങനെ എഴുതാം? sin 4x plus sin 2x plus sin 3x. അതായത് 4x plus 2x 6x വരും, അതിന്റെ പകുതി 3x വരുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യം നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യേണ്ടത്. ഇനി ആദ്യത്തെ രണ്ട് ടൈമിലാണ് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് cos x plus cos y 2 cos x plus y/2 cos x minus y/2 പ്ലസ് cos 3x തേർഡ് ടേം അത് അതുപോലെ തന്നെ എഴുതി. ഇതേപോലെ താഴെ നമ്മൾ ആദ്യത്തെ രണ്ട് ടൈമിൽ എന്ത് ചെയ്യുക? sin x plus sin y ഫോർമുല അപ്ലൈ ആണ്. 2 sin 4x plus 2x divided by 2 cos 4x minus 2x divided by 2 plus sin 3x. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 cos 3x cos 4x minus 2x എന്ന് പറഞ്ഞാൽ 2x ആണ്, 2xന്റെ പകുതി എന്ന് പറഞ്ഞാൽ x വരുന്നു, പ്ലസ് cos 3x ഡിവൈഡഡ് ബൈ 2 sin 6x/2 ആണ് വരിക, അതായത് 3x വരുന്നു, cos x പ്ലസ് sin 3x. ന്യൂമറേറ്ററിൽ cos 3x എന്ന് പറയുന്നത് കോമൺ ആണ്, അതിനെ ഔട്ട് സൈഡ് നിർത്തിയാൽ ബാക്കി 2 cos x plus 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ sin 3x എന്ന് പറയുന്ന കാര്യം കോമൺ ആണ്. sin 3x കോമൺ ആക്കി നിർത്തിയാൽ ബാക്കി 2 cos x plus 1. ഈ ബ്രാക്കറ്റിനെ എഴുതിയിരിക്കുന്ന ടേമുകൾ രണ്ടും ഒരേപോലെയാണ്, അതുകൊണ്ട് ഇത് ഒരുമിച്ച് എന്ത് ചെയ്യാൻ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. cos x by sin x ആണെങ്കിൽ cot x ആണ്. അപ്പോൾ cos 3x by sin 3x എന്ന് പറഞ്ഞാൽ എന്താണ്? cot 3x എന്ന് പറഞ്ഞ കാര്യമാണ്. ഇതാണ് RHS എന്ന് പറഞ്ഞ കാര്യവും വരുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. cos 4x എന്ന് പറയുന്നത് 1 മൈനസ് 8 sin square x cos square x ആണ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. cos 4x എന്ന് പറയുന്ന കാര്യം, cos 4x എന്ന് പറയുന്ന കാര്യത്തിനെ നമുക്ക് cos 2x plus 2x എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കാം. cos x plus y എന്ന് പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന കാര്യത്തെ ചിന്തിച്ചാൽ cos x cos y മൈനസ് sin x sin y. ഞാൻ എക്സും വൈ ആണ് പറയുന്നതെങ്കിലും രണ്ടും 2x ആണ് എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? cos സ്ക്വയർ 2x മൈനസ് sin സ്ക്വയർ 2x എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യാം. cos 2x എന്ന് പറയുന്നതിന് തന്നെ എന്തുണ്ട്? പല കണക്ഷൻസുകൾ ഉണ്ട്. അതിലൊരു കണക്ഷൻ ഞാൻ ഇവിടെ എടുക്കുകയാണ്. cos സ്ക്വയർ എക്സ് മൈനസ് sin സ്ക്വയർ എക്സ്. ഇത് എന്തിന്റെ മാത്രം കണക്ഷനാണ്? cos 2x എന്ന് പറയുന്നതിന്റെ കണക്ഷനാണ്. cos സ്ക്വയർ 2x ആണ് ഇതുള്ളത്, അതുകൊണ്ട് ഇതിനെ സ്ക്വയർ ചെയ്യുക. മൈനസ് sin 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin x cos x. അതിനെ എന്ത് ചെയ്യണം? നമ്മൾ സ്ക്വയർ ചെയ്യണം. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കിട്ടേണ്ട ആൻസർ സൈനിലും കോസിലുമാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ cos 2xന്റെ ഫോർമുല എങ്ങനെ കണക്ട് ചെയ്യുക? cos സ്ക്വയർ എക്സ് മൈനസ് sin സ്ക്വയർ എക്സ് മാത്രം എടുക്കാൻ പാടുള്ളൂ. അതേമാതിരി sin 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin x cos x തന്നെയാണ് എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? cos raised to 4x പ്ലസ് sin raised to 4x മൈനസ് 2 cos സ്ക്വയർ എക്സ് sin സ്ക്വയർ എക്സ് മൈനസ് 4 sin സ്ക്വയർ എക്സ് cos സ്ക്വയർ എക്സ്. ഇത് രണ്ടും ഒരേപോലെയുള്ള ടേമുകളാണ്. sin സ്ക്വയർ എക്സ് cos സ്ക്വയർ എക്സ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം? cos raised to 4x പ്ലസ് sin raised to 4x മൈനസ് 6 cos സ്ക്വയർ എക്സ് sin സ്ക്വയർ എക്സ്, അല്ലെങ്കിൽ 6 sin സ്ക്വയർ എക്സ് cos സ്ക്വയർ എക്സ്, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇനി ഈ പറഞ്ഞ കാര്യത്തിനെ അടുത്ത സ്റ്റെപ്പിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ cos സ്ക്വയർ എക്സ് പ്ലസ് sin സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 2 sin സ്ക്വയർ എക്സ് cos സ്ക്വയർ എക്സ് മൈനസ് 6 cos സ്ക്വയർ എക്സ് sin സ്ക്വയർ എക്സ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? cos raised to 4x കിട്ടും, അത് മുകളിലുണ്ട്.
ഇതിനെ എക്സ്പാൻഡ് ഇത് ചെയ്യുന്ന സമയത്ത് സൈൻ റേസ് ടു 4x കിട്ടും, അത് മുകളിലുണ്ട്. പിന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഏതാ വരിക, 2 cos സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ആ വരിക. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത് ചെയ്തു പോയാൽ, ഇതുവരെ ചെയ്തു പോയാൽ കിട്ടുന്ന എന്താണ്, cos റേസ് ടു 4x പ്ലസ് സൈൻ റേസ് ടു 4x എന്ന് പറഞ്ഞ ആശയമാണ് നമുക്ക് കിട്ടുക. ഇതിൽ cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം 1 ആയി. ഇവിടെ -2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ ഉണ്ട്, ഇവിടെ -6 ഉണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, -8 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ കാര്യം കിട്ടുന്നു. ഇത് തന്നെയാണ് നമുക്ക് എത്തേണ്ടതും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈക്വൽ ടു RHS. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ സെക്ഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2 ക്ലാസ്സുകളിലായിട്ട് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഭൂരിഭാഗം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടി വരുന്നത് അടുത്ത സെക്ഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്യുമ്പോൾ തന്നെ cos π/2 - x എന്ന് പറയുന്നത് sin x ആണ്, sin π/2 - x എന്ന് പറയുന്നത് cos x ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ഫോർമുലാസ് അവിടെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ കൂടി അവിടെ കയറി വരുന്നതാണ്. എന്തായാലും അല്ലാത്ത ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ പ്രൂഫ് ക്വസ്റ്റ്യൻസുകളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ സ്ഥിരമായി കാണാറുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. പുതിയ ഒരു സെക്ഷനാണ് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്നാണ് അതിൻ്റെ ഹെഡിങ് വരുന്നത്. ആ ഒരു സെക്ഷനുമായിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.